ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡിഫറൻസിയേഷൻ. തേർഡ് മൊഡ്യൂളിൽ 2 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ ലിമിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വീഡിയോ ഉണ്ട്. ഇത് സെക്കൻഡ് ചാപ്റ്റർ 2 ചാപ്റ്റേഴ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡിഫറൻസിയേഷൻ എന്നുള്ള പാഠഭാഗം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിഫറൻസിയേഷൻ്റെ ഡെഫിനിഷൻ. Differentiation is the process in calculus of finding the derivative of a function. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ആ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്നത് dy by dx. ഒരു ഫംഗ്ഷനിൽ y എന്ന ഫംഗ്ഷനിൽ എക്സിലൊരു ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ കറസ്പോണ്ടിങ് നമ്മുടെ വൈയും ചേഞ്ചസ് വരും. എക്സിലുണ്ടാകുന്ന ചേഞ്ചിന് കറസ്പോണ്ടിങ് വൈയിലുണ്ടാകുന്ന ചേഞ്ച്. ആ ചേഞ്ച് എത്രമാത്രം ചേഞ്ച് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് എന്തു പറയുന്നത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? dy by dx ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന എക്സിലുണ്ടാകുന്ന ഒരു സ്മോൾ ഇൻക്രിമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് വൈയിലുണ്ടാവുന്ന ചെറിയൊരു ഇൻക്രിമെൻറ്റ്. നമുക്കറിയാം, നമ്മളൊരു വാഹനത്തിൻ്റെ സ്പീഡ് ഒരു മണിക്കൂറിൽ ഇത്ര ടൈം സഞ്ചരിച്ചു, ഇത്ര ദൂരം സഞ്ചരിച്ചു, 2 മണിക്കൂർ ഇത്ര ദൂരം സഞ്ചരിച്ചു എന്നൊരു ആവറേജ് കണക്ക് പറയാം. നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററിൽ ഓരോ മൈന്യൂട്ട് ടൈമിലും ഓരോ സെക്കൻഡിലുള്ള വേഗത വരെ നമുക്ക് നമ്മുടെ സ്പീഡോമീറ്ററിൽ കാണാൻ പറ്റും. ഒരു ആവറേജ് സ്പീഡല്ല നമുക്ക് ഓരോ എത്ര ദൂരം സഞ്ചരിക്കുമ്പോഴും ഓരോ ടൈമിലുള്ളതും നമുക്ക് അതിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ ഡിഫറൻസിയേഷൻ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച്, എത്രമാത്രം ചേഞ്ച് അവിടെ സംഭവിക്കുന്നു. അതായത് എക്സ് എന്ന് എക്സിലുണ്ടാകുന്ന ചേഞ്ചിന് കറസ്പോണ്ടിങ് വൈയിലും ചേഞ്ചസ് വരുന്നു. ആ ചേഞ്ചിൻ്റെ തോത്, റേറ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്നത് dy by dx. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഡിഫറൻസിയേഷൻ എന്നുള്ള പാഠഭാഗം തേർഡ് മൊഡ്യൂളും ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കാൻ വേണ്ട റിസൾട്ടുകളാണ് ഈ 13 റിസൾട്ടുകൾ. 13 റിസൾട്ടുകളല്ല, ഇനിയും റിസൾട്ടുകളുണ്ട്. അത് നമ്മൾ ഓരോ പാഠഭാഗത്തിനും ആവശ്യമുള്ളപ്പോൾ ഓരോ പാഠഭാഗത്തിന് ഇനിയും ഒരുപാട് റിസൾട്ടുകൾ അറിഞ്ഞിരിക്കാനുള്ളതുണ്ട്. അത് വഴിയെ വരും. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ പഠിക്കുക. ഈ ഒരു 13 റിസൾട്ടുകൾ പഠിക്കുക. എന്താണ് ഓരോ റിസൾട്ടും? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n-1. സെക്കൻഡ് വൺ എന്താണ്? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് dy by dx ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ്. അടുത്ത തേർഡ് വൺ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ്. അടുത്ത ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. അടുത്ത കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഇനി ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ. ഇനി ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0.
കോൺസ്റ്റൻറ്റ്, കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റമില്ലാത്തത്. ഏതൊരു നമ്പറിൻ്റെ 1 2 3 4 5 -1 1/2 ഏതൊരു നമ്പർ വന്നാലും എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ്? കോൺസ്റ്റൻറ്റ് എന്നാണ്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 ഉണ്ട്, എക്സും ഉണ്ട്, കോൺസ്റ്റൻറ്റും ഉണ്ട്, ഒരു വേരിയബിളും ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് എഴുതരുത്. കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും ഉണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റിനെ ഔട്ട്സൈഡ് എടുക്കുക, വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് മാത്രം എടുക്കുക. 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇത് അവിടെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 2 ഇൻറ്റു 1. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് എഴുതുക. കോൺസ്റ്റൻ്റ് ആരുടെയും കൂടെ ആണെങ്കിൽ, കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ വേരിയബിൾ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ ഔട്ട്സൈഡ് എടുക്കുക. വേരിയബിളിൻ്റെ ഏതാണോ ഫംഗ്ഷൻ എന്നുള്ളത് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഇത്രയും റിസൾട്ടുകൾ ബൈ ഹാർട്ട് ചെയ്യണം. അത്യാവശ്യം വേണ്ട റിസൾട്ടുകൾ, ഇനിയുണ്ട് ഒരുപാട് റിസൾട്ടുകൾ. അത്യാവശ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ട റിസൾട്ടുകളാണിത്. ഇത്രയും റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അടുത്തത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? d/dx ഓഫ് √x + 2 sin x + 5 ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ള ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ 13 റിസൾട്ടുകൾ തന്നിട്ടുണ്ട്. അതിലുണ്ട് √xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് നമുക്ക് ഫസ്റ്റ് എന്താണ്? നമുക്ക് ഫസ്റ്റ് ടേം എന്താണ്? √x. √xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? അതങ്ങോട്ട് എഴുതുക, 1/2 √x. ഇനി അടുത്ത ടേം എന്താ വരുന്നത്? 2 sin x. 2 sin xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റിന് അതുപോലെ 2 നമുക്കതുപോലെ എഴുതുക. ഇനി sin xൻ്റെ ഡെറിവേറ്റീവ്, sin xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. cos x എന്ന് എഴുതുക. ഇനി എന്താ വരുന്നത്? നെക്സ്റ്റ് ടേം 5. 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് 5ൻ്റെ ഡെറിവേറ്റീവ് ഏതൊരു നമ്പർ വന്നാലും കോൺസ്റ്റൻ്റ് വന്നാലും എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? 0. എന്ത് കിട്ടി നമുക്ക്? √xൻ്റെ 1/2 √x, ദെൻ 2 അതുപോലെ എഴുതി cos x. sin xൻ്റെ ഡെറിവേറ്റീവിന് cos x എന്ന് എഴുതി 0. നമുക്ക് ഇത്രയും എഴുതിയാൽ മതി. ഡയറക്റ്റ് ആ റിസൾട്ട് അപ്ലൈ ചെയ്യുള്ളൂ വേണ്ടത്. ഓരോ ടേമിൻ്റെ എന്താ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് അറിയണം, അല്ലാതെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യൽ നിർബന്ധമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരെ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡെറിവേറ്റീവ് d/dx ഓഫ് x² + sin x. അപ്പോൾ നമുക്കറിയാം x²ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. x²ൻ്റെ ഡെറിവേറ്റീവ് x²ൻ്റെ ഡെറിവേറ്റീവ് x⁻n എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. x⁻n എന്താണ്? n × x⁻n-1. ഈ ഒരു ഫോർമാറ്റിലാണ് എക്സിൻ്റെ മുകളിൽ ഏത് പവർ വരികയാണെങ്കിലും. അപ്പോൾ അവിടെ 2 എന്നാണ് എക്സിൻ്റെ മുകളിലത്തെ പവർ എന്ന് പറയുന്നത് 2. അപ്പോൾ ആ പവറിന് അങ്ങോട്ട് എഴുതുക, 2 എന്ന് എഴുതുക. 2 ആണ് n. എന്നിട്ട് എക്സ് എഴുതുക. ഈ 2 എന്ന് 1 കുറച്ചിട്ട് എക്സിൻ്റെ മുകളിൽ എഴുതുക, 2x. x²ൻ്റെ ഡെറിവേറ്റീവ് ആണത്. ഇനി x³ ആണെങ്കിലോ? x³ ആണെങ്കിൽ എങ്ങനെ എഴുതാം? ഫോർ എക്സാമ്പിൾ x³ ആണെന്ന് വിചാരിക്കുക. ഈ 3 എന്ന് എഴുതുക. n എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 3 ആണ്. 3 എന്ന് എഴുതുക. n എക്സ് ഇടുക. 3യിൽ നിന്നും 1 കുറച്ചിട്ട് എക്സിൻ്റെ മുകളിൽ എഴുതുക. 3യിൽ നിന്ന് 1 കുറച്ചാൽ 2. ഇനിയിപ്പോൾ x⁻⁴ ആണെന്ന് വിചാരിക്കുക. x⁻⁴ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ എഴുതുക? 4 എഴുതുക, എക്സ് എഴുതുക. 4ൽ നിന്ന് കുറച്ചിട്ട് എക്സിൻ്റെ മുകളിൽ എഴുതുക. അപ്പോൾ എക്സിൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയാലോ. ആ പവർ എഴുതുക, എക്സ് എഴുതുക. എന്നിട്ട് ഏതാണോ n/1 കുറക്കുക. നമ്മൾ പവർ ഏതാണോ അതിൽ നിന്ന് കുറച്ചിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്?
എക്സ് സ്ക്വയർ. ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, എക്സ് സ്ക്വയർ എന്നാണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ എഴുതാം? 2x. ഇനി സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി അടുത്ത പ്രോബ്ലം നോക്കൂ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിൻ്റെ d/dx ഓഫ് 3 sin x പ്ലസ് 5 cos x. 3 എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിന് അതുപോലെ എഴുതി 3 എന്ന് എഴുതി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അടുത്ത് എന്തായിരുന്നു? 5ന് അതുപോലെ എഴുതി. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. ഈ മൈനസ് സൈൻ എക്സ് ഇവിടെ പ്ലസ് എന്നായിരുന്നു, ഇത് മൈനസ് ആയത് എങ്ങനെയാണ്? ഇവിടെ വന്നപ്പോൾ മൈനസ് ആണ്. എന്താണ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? മൈനസ് സൈൻ എക്സ് എന്നാണ്. നമ്മുടെ ആൻസർ എന്തായി? 3 cos x മൈനസ് 5 sin x. അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് നെക്സ്റ്റ് ടോപ്പിക്ക് പ്രൊഡക്റ്റ് റൂളാണ്. അപ്പോൾ നമുക്ക് 2 ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മളിതുവരെ ചെയ്ത പ്രോബ്ലം അതൊക്കെ ഓരോ ടേമുകളും അതിന് പ്ലസ്സും മൈനസും ഒക്കെ ആയിരുന്നു ആ ടേമിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്നത്. ഇവിടെ വരുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ യുവും വിയും 2 ഫംഗ്ഷൻസാണ് എക്സിലുള്ളത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി എന്ന് പറയുന്നത് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. അതായത് നമ്മൾ 2 ഉണ്ടായിരിക്കും, മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഒന്നിന് ഫസ്റ്റ് എന്ന് കൊടുക്കുക, അടുത്തതിന് സെക്കൻഡ് എന്ന് കൊടുക്കുക. ഇനി ഈ ഇത് നിങ്ങൾക്ക് യുവും വിയും വെച്ചിട്ടാണ് ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് സെക്കൻഡ് എന്നാണെങ്കിൽ അങ്ങനെ പഠിക്കാം. ഏത് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ടാവും. ഒന്നിന് ഫസ്റ്റ് എന്നും ഡിനോട്ട് ചെയ്യുക, അടുത്ത ഫംഗ്ഷന് സെക്കൻഡ് എന്നും കൊടുക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതുപോലെ തന്നെ പഠിച്ചു വെക്കണം ഈ ഒരു റിസൾട്ട് ഇക്വേഷൻ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി യുവും വിയും വെച്ചിട്ടാണെങ്കിൽ അതുപോലെ പഠിക്കുക. യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. ഇനി അത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യുന്ന എങ്ങനെ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ സൈൻ എക്സ് എന്നാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് എന്നാണ്. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് എന്നാണ് ഇത് റീഡ് ചെയ്യുക. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്. ഇതിൻ്റെ ഇടയിൽ പ്ലസ് ആണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ ഡയറക്റ്റ് എഴുതുന്ന എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പ്ലസ്സും മൈനസും ഒന്നുമില്ല, ഇൻറ്റു ആണ്, പ്രൊഡക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷനാണ് ഇടയിൽ വന്നിട്ടുള്ളത്. പ്രൊഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റിൻ്റെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ എക്സ് സ്ക്വയറിന് ഫസ്റ്റ് എന്ന് കൊടുക്കുക, സൈൻ എക്സിന് സെക്കൻഡ് എന്നും ഡിനോട്ട് ചെയ്യുക. ആരാണ്? എക്സ് സ്ക്വയറിന് 1 എന്നും കൊടുക്കുക, സൈൻ എക്സിന് 2 എന്നും കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്നാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അതിന് എക്സ് സ്ക്വയർ ഫസ്റ്റ് എന്താണ്? നമ്മുടെ എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ കൊടുത്തു. ഇനി d/dx എഴുതി. സെക്കൻഡ് എന്നാണ് കാണുന്നത്, സെക്കൻഡ് ആരാണ്? സെക്കൻഡ് സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് എന്ന് എഴുതി. ഇനി പ്ലസ് എന്നാണ്? പ്ലസ് ഇട്ടു. അടുത്ത സെക്കൻഡ് ഫംഗ്ഷനാണ് എഴുതേണ്ടത്. സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്, സൈൻ എക്സ് എന്ന് എഴുതി. അടുത്ത d/dx അത് മാർക്ക് ചെയ്ത് d/dx എഴുതി. ഇനി എന്താ എഴുതേണ്ടത്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ. നമ്മൾ എക്സ് സ്ക്വയർ എന്ന് എഴുതി. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫോർമുല അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫോർമുലയിൽ ഫസ്റ്റ് എന്ന് കാണുന്നിടത്ത് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുക, സെക്കൻഡ് എന്ന് കാണുന്നിടത്ത് സൈൻ എക്സും കൊടുക്കുക. ഇനി ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, എക്സ് സ്ക്വയർ മാത്രമാണ് അവിടെ. എക്സ് സ്ക്വയറിന് അതുപോലെ എടുത്തെഴുതി. ഇനി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എഴുതാൻ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് എഴുതണമെങ്കിൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം. നമ്മൾ ആ
റിസൾട്ടുകൾ കംപ്ലീറ്റ് പഠിക്കണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് എഴുതി. ഇനി സൈൻ എക്സിന് അതുപോലെ എഴുതുക. എൻ്റെ ഫ്രണ്ടിൽ d/dx ഒന്നുമില്ല, അപ്പം സൈൻ എക്സിന് അതുപോലെ എഴുതി. ഇനി നോക്കുക, ഡെറിവേറ്റീവ് എഴുതുക. എന്തിൻ്റെ ഡെറിവേറ്റീവ്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമ്മൾ നേരത്തെ ചെയ്തു. എന്താണ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്? 2x. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫറൻഷിയേറ്റ് റൂട്ട് എക്സ് സൈൻ എക്സ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് എക്സ് സൈൻ എക്സ്. രണ്ട് ടേം ഉണ്ട്, ഇൻറ്റു ആണ് ഇടയിലുള്ളത്. ഫസ്റ്റ് വൺ റൂട്ട് എക്സ്, ഫസ്റ്റ് ഫങ്ഷൻ റൂട്ട് എക്സ്, സെക്കൻഡ് സൈൻ എക്സ്. എന്നിട്ട് നമ്മുടെ ഫോർമുലയിൽ കൊടുക്കുക. എന്താണ് ഫോർമുല? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക? നമ്മുടെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് എന്നുള്ളിടത്ത് റൂട്ട് എക്സ് എന്ന് കൊടുത്തു, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്നുള്ളിടത്ത് സൈൻ എക്സ് എന്ന് കൊടുത്തു. ഇനി എന്താണ് സെക്കൻഡ് എന്നുള്ളിടത്ത് എന്ത് കൊടുത്തു? സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നുള്ളിടത്ത് റൂട്ട് എക്സ് കൊടുത്തു. ആ ഇക്വേഷനിൽ കൊടുത്തു. ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ആ ഇക്വേഷനിൽ പ്രോഡക്റ്റ് റൂള് കൊടുത്തു. നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഫസ്റ്റും സെക്കൻഡും അപ്ലൈ ചെയ്തു. ഇനി എന്താണ്? റൂട്ട് എക്സിന് അതുപോലെ എഴുതി. ഇനി നമുക്ക് എന്താ അറിയണം? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. ദെൻ സൈൻ എക്സിന് അതുപോലെ എഴുതി. ഇവിടെ ഡെറിവേറ്റീവ് ഒന്നും എഴുതരുത്. ആൻസർ എഴുതി കഴിഞ്ഞാൽ പിന്നെ d/dx ഇട്ടും ചെയ്യരുത്. ഇനി എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താ എഴുതുക? 1/2 റൂട്ട് എക്സ് ആണെന്ന് അറിയണം, അതിവിടെ എഴുതുക. അത്രയും ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, റൂട്ട് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ഫസ്റ്റ്ന്ന് റൂട്ട് എക്സിന് ഫസ്റ്റ് എന്ന് കൊടുക്കുക, കോട്ട് എക്സിന് സെക്കൻഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. എന്താണ് ഫോർമുല? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് റൂട്ട് എക്സ് എന്നാണ് ഫസ്റ്റ് കൊടുത്തു, സെക്കൻഡ് കോട്ട് എക്സ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എഴുതി, പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് എന്താണ്? കോട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ഫസ്റ്റിന് റൂട്ട് എക്സ് എന്ന് കൊടുക്കുക, സെക്കൻഡ് കോട്ട് എക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് റൂട്ട് എക്സിന് അതുപോലെ എഴുതി. ഇനി കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം. നമ്മൾ റിസൾട്ട് ബൈ ഹാർട്ട് പഠിക്കണം. റിസൾട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കോട്ട് എക്സിൻ്റെ അത് മൈനസ് കോസീക് സ്ക്വയർ എക്സ് എന്നറിയണം. ഇനി കോട്ട് എക്സിന് അതുപോലെ എഴുതി, കോട്ട് എക്സ് എന്ന് എഴുതി. ഇവിടെ ഡെറിവേറ്റീവ് ഒന്നും എഴുതരുത്. ഇവിടെ ഡെറിവേറ്റീവ് എഴുതാൻ പറഞ്ഞിട്ടില്ലല്ലോ, d/dx ഫ്രണ്ടിലില്ല. അപ്പോൾ കോട്ട് എക്സിന് അതുപോലെ എടുത്തെഴുതി. ഇനി റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? 1/2 റൂട്ട് എക്സ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ് ഈ ടേം. ഇനി ഇത് ഇത്രയും എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ഓക്കെയാണ്. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മൈനസൊക്കെ ഇടയിൽ വന്നുകൊണ്ടാണ് നമ്മളൊന്ന് വൃത്തിക്ക് ഇതുപോലെ എഴുതുന്നത്. മൈനസിനൊന്ന് ഫ്രണ്ടിൽ കിട്ടും. മൈനസ് റൂട്ട് എക്സ് കൊസീക്ക് സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് എക്സ് ബൈ 2 റൂട്ട് എക്സ്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്ന റൂളാണ് കോഷ്യൻ്റ് റൂൾ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ, ഇനി അതുപോലെ തന്നെ സെയിം ഡിവിഷൻ വരുമ്പോൾ, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററൊക്കെ വരുമ്പോൾ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമ്പോൾ ന്യൂമറേറ്ററിന് യുവും ഡിനോമിനേറ്റർ വിയും. രണ്ട് ഫംഗ്ഷൻ ഇഫ് എന്താണ് കോഷ്യൻ്റ് റൂൾ പറയുന്നത്? ഇഫ് യു ആൻഡ് വി ആർ എനി ടു ഫങ്ഷൻസ് ഓഫ് എക്സ് ദെൻ ഡെറിവേറ്റീവ് ഓഫ് യു ബൈ വി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല താഴെയുള്ളത് ആദ്യം ഇത് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഡിവൈഡ് ബൈ വി സ്ക്വയർ. ആദ്യം വി എഴുതുക, താഴെയുള്ള ഫംഗ്ഷൻ. എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് മുകളിലുള്ള ഫംഗ്ഷൻ യു മൈനസ് യു എഴുതാൻ മുകളിലുള്ള ഫംഗ്ഷൻ എഴുതാൻ ന്യൂമറേറ്റർ. എന്നിട്ട് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓൾ ഡിവൈഡ് ബൈ വി സ്ക്വയർ. ഡിനോമിനേറ്റർ എന്താണോ ഫംഗ്ഷൻ ഉള്ളത് അതിൻ്റെ സ്ക്വയർ. നമ്മൾ ഈ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കുക. ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കോഷ്യൻ്റ് റൂള് ചെയ്യാൻ പറ്റില്ല.
ഓരോ റിസൾട്ടുകളും ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ ഡിഫറൻസിയേഷൻ ഈസി ആവണമെങ്കിൽ നമുക്ക് റിസൾട്ടുകൾ ബൈ ഹാർട്ടായിരിക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് യു ബൈ വി, വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഡിവൈഡ് ബൈ വി സ്ക്വയർ അറിയാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്? ഡൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ്. എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ്, എക്സ് സ്ക്വയറിന് മുകളിലുള്ളതിന് യു എന്ന് കൊടുക്കുക, സൈൻ എക്സിന് വി എന്ന് കൊടുക്കുക. എക്സ് സ്ക്വയറിന് യു എന്ന് മാർക്ക് ചെയ്യുക, സൈൻ എക്സിന് വി എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. വി എന്ന് കാണുന്നത് ആദ്യം വി ആണ്, ഇത് വി ആണ്, വി എന്താണ് യു അടുത്ത്. അപ്പോൾ വി എന്താണ്? സൈൻ എക്സ്, സൈൻ എക്സിന് അതുപോലെ എഴുതി സൈൻ എക്സ്, സൈൻ എക്സ് എഴുതി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, അടുത്ത യുവിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. അടുത്ത എന്ത് എഴുതി? യു എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക, യു എക്സ് സ്ക്വയർ ആണ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് വി ഡി ബൈ ഡി എക്സ് ഓഫ് വി എന്ന് പറയുന്ന സൈൻ എക്സ്. യു നമ്മളെന്താ ചെയ്യുന്നത് ഇവിടെ? യുവും വിയും നമ്മൾ മാർക്ക് ചെയ്തു, ആ യുവും വിയും ഈ ഇക്വേഷനിൽ കൊടുക്കുക. വി എന്ന് കാണുന്നിടത്ത് സൈൻ എക്സ് എന്ന് കൊടുക്കുക, യു എന്ന് കാണുന്നിടത്ത് എക്സ് സ്ക്വയർ എന്നും കൊടുക്കുക. ഇനി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം? സൈൻ എക്സ്, ദ വി സൈൻ എക്സ് അതിൻ്റെ സ്ക്വയർ. ഇനി നോക്കുക, സൈൻ എക്സിനെ സൈൻ എക്സ് തന്നെ എഴുതി, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതാനൊന്നുമില്ല, അതിൻ്റെ ഫ്രണ്ടിൽ ഡി ബൈ ഡി എക്സ് ഒന്നുമില്ല, അപ്പം സൈൻ എക്സ് എന്നാണ്. അപ്പോൾ ആ സൈൻ എക്സിന് അതുപോലെ എഴുതി. ഇനി ഇവിടെയാണ് ഡെറിവേറ്റീവ് ചെയ്യേണ്ടത്. ഡെറിവേറ്റീവ് എഴുതണം. എന്തിൻ്റെ ഡെറിവേറ്റീവ്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ നമുക്കറിയാലോ, എന്താണ്? 2x. ഇനി മൈനസ്, നമ്മുടെ ഫോർമുലയിലുള്ള മൈനസ് അതുപോലെ എഴുതി മൈനസ്. ഇനി ഇവിടെ യു ആണ്. എക്സ് സ്ക്വയറിനെ അതുപോലെ എഴുതുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഫ്രണ്ടിൽ എന്താണ് ഒരു മൈനസേ ഉള്ളൂ, ആ മൈനസ് അവിടെ എക്സ് സ്ക്വയർ ഇടുക. ഇനിയാണ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എഴുതാൻ. വിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. വി എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ വരയ്ക്കുക. താഴെ എന്താണ്? താഴെ ഡെറിവേറ്റീവ് ഒന്നും വേണ്ട, വി എന്താണോ അതിൻ്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. സൈൻ എക്സിൻ്റെ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്, അത്രയേ ഉള്ളൂ. ഇതുവരെ ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്കായി നമുക്ക്. അപ്പോൾ ഇത് ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കംപ്ലീറ്റ് റിസൾട്ടുകളും അറിയണം. ദെൻ പ്രൊഡക്റ്റ് റൂൾ എന്താ, കോഷ്യൻ റൂൾ എന്താണെന്നുള്ള ഈ 2 ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. അത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ഒന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. നമുക്ക് ആ റിസൾട്ടുകൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കൂ. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ബൈ എക്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോഗ് എക്സ് ബൈ എക്സ്. അപ്പോൾ എന്താണ്? ലോഗ് എക്സിന് യു എന്ന് കൊടുക്കുക, ലോഗ് എക്സിന് യു എന്ന് മാർക്ക് ചെയ്യുക, എക്സിന് വി എന്ന് മാർക്ക് ചെയ്യുക. ലോഗ് എക്സിന് യു, എക്സിന് വി. എന്നിട്ട് എന്താണ്? യു എന്ന് കാണുന്നിടത്ത് ലോഗ് എക്സ് എന്ന് കൊടുക്കുക, വി കാണുന്നിടത്ത് എക്സ് എന്ന് കൊടുക്കുക. നമ്മുടെ ഇക്വേഷൻ എഴുതുക കേട്ടോ. വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഡിവൈഡ് ബൈ വി സ്ക്വയർ അതിൽ കൊടുക്കുക. ആദ്യം എന്താണ്? വി ആണ് എഴുതേണ്ടത്. വി നമ്മൾ എക്സ് എന്ന് എഴുതി. ഇനി ഡെറിവേറ്റീവ് ഓഫ് യു, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് എഴുതി, മൈനസ് യു എഴുതി ലോഗ് എക്സ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് വി, വി എന്താണ്? എക്സ് ആണ്, അത് കൊടുത്തു. ഹോൾ ഡിവൈഡ് ബൈ വിൻ്റെ സ്ക്വയർ. വി എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സിൻ്റെ സ്ക്വയർ. ഇനി എക്സിനെ നമ്മൾ എക്സ് എന്ന് എഴുതി, ഒന്നും ചെയ്യേണ്ട, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും എഴുതണ്ട, എക്സിൻ്റെ ഫ്രണ്ടിലൊന്നും പറഞ്ഞിട്ടില്ല, എക്സ് മാത്രമേ ഉള്ളൂ. എക്സ് അതുപോലെ എഴുതി. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താണെന്ന് അറിയണം. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/x. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x അതുപോലെ പഠിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് ഈ ലോഗ് എക്സിന് അതുപോലെ എഴുതി. ഒന്നും ഡെറിവേറ്റീവ് ഒന്നും എഴുതാൻ പറ്റില്ല, ഫ്രണ്ടിൽ ഡി ബൈ ഡി എക്സ് ഉണ്ടെങ്കിൽ മാത്രം ഡെറിവേറ്റീവ് എഴുതുക, അല്ലെങ്കിൽ അതേപോലെ എഴുതുക. ലോഗ് എക്സിന് അതുപോലെ എഴുതി. ഇനി എന്താണ്? ഡെറിവേറ്റീവ് ഇവിടെ കാണുന്നുണ്ട്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്,
എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്തത് ഈ എക്സ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയിട്ടുണ്ട്. എക്സ് കണ്ടുപടി ഈ എക്സും ക്യാൻസൽ ചെയ്തു. ഇവിടെ 1 മാത്രം. മൈനസ് ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ ടേമാണ് കിട്ടുക. ലോഗ് എക്സിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലോഗ് എക്സ്. അപ്പോൾ ആ ലോഗ് എക്സ് എഴുതി ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്താണ്? നമ്മുടെ വിൻ്റെ സ്ക്വയർ. വി എന്ന് പറയുന്ന എക്സ് ആണ്. എക്സിൻ്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത പ്രോബ്ലം നോക്കൂ. തേർഡ് വൺ എന്താണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇ റേസ് ടു എക്സ് ബൈ റൂട്ട് എക്സ്. ഇ റേസ് ടു എക്സിന് യു എന്ന് കൊടുക്കുക, റൂട്ട് എക്സിന് വി എന്ന് മാർക്ക് ചെയ്യുക. ഇതിന് യു, ഇതിന് വി, യു വിയും മാർക്ക് ചെയ്യുക. നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. വി എഴുതി ആദ്യം. വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഓൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. റൂട്ട് എക്സിന് അതുപോലെ എഴുതി. ഇനി ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അത് നമുക്കറിയണം, പഠിച്ചു വെക്കുക. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. ഇതൊക്കെ ഈസിയാണ് ഡെറിവേറ്റീവുകൾ. ലോഗ് എക്സിൻ്റെ 1/x, ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ്. ഇതൊക്കെ ഒരുപാട് തവണ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കാറ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. മൈനസ് നെക്സ്റ്റ് എന്താണ്? മൈനസ് ഇ റേസ് ടു എക്സിന് ഇ റേസ് ടു എക്സ് എന്ന് എഴുതി. ഡെറിവേറ്റീവ് ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇ റേസ് ടു എക്സ്. ഇനിയാണ് ഡെറിവേറ്റീവ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ബീൻ്റെ സ്ക്വയർ. ബി എന്താണ്? റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്. ഏത് നമ്പറിൻ്റെയും റൂട്ട് എടുത്താൽ അതിൻ്റെ സ്ക്വയർ എടുത്താൽ അതേ നമ്പറാവും. ഫോർ എക്സാമ്പിൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 2. റൂട്ട് 1ൻ്റെ സ്ക്വയർ, റൂട്ട് 1ൻ്റെ സ്ക്വയർ എന്താ? 1. ഏത് നമ്പറിൻ്റെയും റൂട്ട് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താൽ അതേ നമ്പർ. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ്. ഓക്കെ.